നമ്മൾ നോട്ട്ബുക്കിൽ പറഞ്ഞതാണെന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ. ഒരു കാറ് മക്കളെ 20 മീറ്റർ/സെക്കൻഡും ആക്സിലറേഷൻ എത്രയാണ് 10 മീറ്റർ/സെക്കൻഡ് ആക്സിലറേഷനുള്ള ഒരു കാറ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്കാണ് ഈ ഒരു ബിൽഡിംഗ് അതൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡൊക്കെ കണ്ടു STOP എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ബോർഡൊക്കെ വെച്ചില്ലേ. പെട്ടെന്ന് എനിക്ക് ഇവിടെ നിർത്തണം. ഓക്കെ, നമ്മൾ റാസ്കലിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടില്ല ആ സമയത്ത് മക്കൾ. പെട്ടെന്ന് എനിക്ക് ഒരു പോയിന്റിൽ നിർത്തണം. ഈ കാർ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുക. പെട്ടെന്ന് എനിക്ക് ഇവിടെ നിർത്തണം. ആ സമയത്ത് ഞാൻ എന്താണ് ഇവിടുന്ന് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പോയി ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് എന്ത് ഞാൻ ബ്രേക്ക് നിൽക്കുക കംപ്ലീറ്റ് ആ റെസ്റ്റിലാവുക. അതായത് ഫൈനൽ വെലോസിറ്റി എന്താണ് 0 ആകുക. അതായത് കാർ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് ബ്രേക്ക് കുടിച്ചു. അപ്പോൾ ഇവിടെ വണ്ടി നിൽക്കില്ല. ഇവിടുന്ന് ബ്രേക്ക് കുടിച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ആണ് വണ്ടി നിൽക്കുക. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത് മക്കളെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതിന് റെപ്രസെൻറ്റ് ചെയ്തത് S എന്നാണ്. ഓക്കെ അല്ലേ. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പോയി ഇവിടെ ബ്രേക്ക് കുടിച്ച് ഇങ്ങനെ പോയി അവസാനം ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്ര മക്കളെ 0 ആണ്. ഓക്കെ അല്ലേ. ഈ സമയത്ത് നമ്മൾ വെച്ചിട്ട് മക്കളെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയ മക്കളെ എന്ത് SC സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി നമ്മുടെ ബുക്കിൽ ഒരു ഇക്വേഷൻ എഴുതിന് SC = U² / 2A എന്നൊന്ന് ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിന്. SC = U² / 2A എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ മറ്റേ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ നോക്കി SC = U² / 2A. ഓക്കെ അല്ലേ മക്കളെ. എസ് എന്ന് പറഞ്ഞാൽ U എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എത്ര തന്ന് 20ൻ്റെ സ്ക്വയർ / 2 എത്രയാണ് 2 ഇൻറ്റു ആക്സിലറേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എത്ര തന്നിന് 10 തന്നിന്. പക്ഷെ നമ്മൾ എന്ത് കാട്ടണം ഇവിടെ -10 എടുക്കണം. കാരണം മക്കളെ ആ സാധനം എന്താണ് ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞില്ലേ. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോയി പിന്നെ അവസാനം റെസ്റ്റ് ആയില്ലേ. പക്ഷേ ഈ ഒരു പോയിന്റിൽ മക്കളെ വെലോസിറ്റിയോടെ കുറയല്ലേ. വെലോസിറ്റി എന്താണ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഒരു പോയിന്റ് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് കൊടുത്താണ് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ എന്താ വെലോസിറ്റി കുറഞ്ഞ് വരില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കേട്ടത് -10 എടുക്കാൻ കാരണം ആക്സിലറേഷന് -10 എടുക്കാൻ കാരണം. ഓക്കെ അല്ലേ. അപ്പോൾ മക്കൾ സോൾവ് ചെയ്യണം മക്കളെ. 200ൻ്റെ സ്ക്വയർ എത്ര 400. 200ൻ്റെ സ്ക്വയർ 400 / 2 × 10 എത്ര -20. 2 × 10 എത്ര 2 × -10 എത്ര -20. അപ്പം ഈ 0 കട്ട് ചെയ്ത് 40/20 40/2 എത്ര 20. -20 മീറ്റർ ആയിരിക്കും നമുക്ക് എന്ത് ഒരു ഇക്വേഷൻ കിട്ടുക. ഓക്കെ അല്ലേ. ഇതാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് മക്കളെ ആ ചങ്ങായി എന്ത് കാട്ടി ബ്രേക്ക് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രേക്ക് കുടിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെ പോയി അവസാനം നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പോയിന്റിലാണ് അവസാനം ഫൈനൽ വെലോസിറ്റി എത്രയാണ് 0 ആണെത്തി. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര മക്കളെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് = 20 ആണ്. കാരണം -20 നിങ്ങൾ നോക്കണ്ട. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പോസിറ്റീവ് നെഗറ്റീവ് 0 വരെ വരാം കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര മക്കളെ 20 മീറ്റർ ആണെന്ന് പറഞ്ഞേ. 20 മീറ്റർ വെറും 20 മീറ്റർ ചെയ്താലും കുഴപ്പമില്ല -20 മീറ്റർ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് S എത്രയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. എത്രയാണ് 20 മീറ്റർ ആണ്. അത് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചു. എന്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഓൾറെഡി ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നത് SC = U² / 2A എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ടാക്കിയത്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സോൾവ് ചെയ്യുന്നത്.